ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. ഇനി എത്ര നന്നായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു തീർത്തു, എല്ലാ സിലബസും ഫുള്ളി കവേർഡായി കംപ്ലീറ്റ് ആക്കി എല്ലാം കഴിഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു ടെൻഷനെങ്കിലും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന് ഇനി എത്ര കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്, അതേപോലെ തന്നെ എത്ര മാർക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ ഞാൻ ഇനി എത്ര നെഗറ്റീവ് ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ഞാൻ വരുത്തും. അങ്ങനെ ഒരു നൂറുകൂട്ടം ടെൻഷന്റെ പുറത്താണ് നമ്മളെല്ലാവരും ഈ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 2021 LDC എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പല പല ടെൻഷനുമായിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലുകയും അവിടെ വച്ചാണ് എല്ലാവരുടെയും ആ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് കുറച്ചാളുകളുടെയൊക്കെ മാറി മറിഞ്ഞതും മറ്റുള്ളവരുടെ എന്നേക്കുമായിട്ട് പൊലിഞ്ഞു പോയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമായിട്ട്, അതായത് പ്രഡിക്ഷൻ ആണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ നിന്ന് എനിക്ക് എത്ര മാർക്ക് സ്കോർ, മലയാളത്തിൽ നിന്ന് എത്ര സ്കോർ ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് ഞാൻ ഇത്രയാണ് പഠിച്ചിട്ടുള്ളൂ, കുറച്ച് അവാർഡ്സ് കൂടി പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ GK പോർഷനിൽ നോക്കിയിട്ടില്ല, അതേപോലെ തന്നെ ജോഗ്രഫി കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടില്ല. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ മാത്രം ആ തലേ ദിവസങ്ങളിൽ വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്. എന്തായിരിക്കും ഈ പരീക്ഷ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പരീക്ഷ, അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള നൂറുകൂട്ടം ടെൻഷനുമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എക്സാം ഹാളിലേക്ക് ചെല്ലുന്നത്. ഇത് തന്നെയാണ് നമ്മളെ പലരെയും എക്സാം ഹാളിൽ വെച്ച് തന്നെ ആൻസർ എഴുതുന്ന സമയത്ത് ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഉൾപ്പെടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ മിക്കവാറും ടെൻഷൻ അടിക്കുന്നത് ഈ 100 ചോദ്യങ്ങൾ കണ്ടതിന് ശേഷം, ഈ 100 ചോദ്യങ്ങൾ അല്ലെങ്കിൽ വായിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നതാണ്, നമുക്ക് എക്സാമിന്റെ ടൈമിൽ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിന്റെ ഇടയിലൂടെ പേന പൊക്കി തിക്കി വെച്ചിട്ട് നോക്കുക ക്വസ്റ്റ്യനുകൾ, അതേപോലെ തന്നെ ഇടയ്ക്കേക്കടെ മറിച്ച് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കുക. കാരണം അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ സാവധാനം കൂളായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുക, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് വരാനായിട്ട് ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഓരോ ഉദ്യോഗാർത്ഥികളുടെ അടുത്തും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ടെൻഷനുകളെല്ലാം പോവാനും അതുകൊണ്ട് സാധിക്കും. കാരണം 100 മാർക്കിൽ വരുന്ന ഈ ഒരു എക്സാം, നമ്മുടെ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, നമുക്ക് ഒരു 1ാം റാങ്കിലേക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട, ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കുക, സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ പഠിച്ചോ. ഞാൻ പറയുന്നത് ആദ്യത്തെ 100 റാങ്കിലെങ്കിലും നിങ്ങൾക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാവുന്ന റാങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ 1ാം റാങ്കിലേക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്തോ. ഓക്കെ, അതായത് കഴിഞ്ഞ നമുക്ക് LDC ട്രിവാൻഡ്രം തന്നെ നമുക്ക് എടുക്കാം. ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 മാർക്കാണ്. എന്തിൻ്റെ എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഈ കട്ട് ഓഫിൽ വരിക എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ഓഫിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഈ കട്ട് ഓഫിൽ വന്നത് കൊണ്ട് കാര്യമുണ്ടോ മക്കളെ? ഒരു കാര്യവുമില്ല. ഓക്കെ, അതായത് കട്ട് ഓഫിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, ഒരു 10 മാർക്ക് എങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് വന്ന് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ 1438 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. ഞാൻ ഓൾറെഡി ഈ കാര്യമൊക്കെ പറഞ്ഞേക്കുന്നതാണ് നേരത്തെ. പക്ഷെ ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങളുടെ കോൺഫിഡൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് 1438 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നേക്കണത്. ഓക്കെ, ഇനി ഞാൻ ഈ വർഷത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം 1/8/2022 ലോവർ ഡിവിഷൻ ക്ലർക്ക് തിരുവനന്തപുരത്തിന് അഡ്വൈസ് പോയേക്കണ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 832 ആണ്. 832 മക്കളെ നോക്കണം, 832 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട് 832 പേർക്ക്. ഓക്കെ, അപ്പോൾ
അതിൻ്റെ അകത്ത് ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് അതേപോലെ SC, OEC, OBC, ST അങ്ങനെ എല്ലാം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 832 അഡ്വൈസ് ആണ് കേട്ടോ പോയേക്കണത്. മൊത്തം എത്ര പേരുണ്ട്? 1438 പേരാണ് നിലവിൽ എന്ത് ചെയ്തേക്കണത്, നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേക്കണത്. ഓക്കെ, അതായത് ഏകദേശം ഒരു 62 അല്ലെങ്കിൽ 65 വരെയുള്ള അല്ലെങ്കിൽ 60-ന് മുകളിലേക്ക് മാർക്കുള്ളവർക്കൊക്കെ 100% ഗ്യാരണ്ടിയാണ് എന്ത്, നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത്, അതായത് ഒരു എക്സാം ഹോളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന് എനിക്ക് ജോലി കിട്ടണം, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ 100 മാർക്ക് എനിക്ക് എന്ത് ചെയ്യേണ്ട, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്ക് 100 മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 മാർക്കിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ എക്സാമിന് വേണ്ടി വന്നേക്കണത്. എനിക്ക് എന്ത് ചെയ്യണം, ഈ റാങ്ക് ലിസ്റ്റിലാണ് എനിക്ക് വരേണ്ടത്. ഓക്കെ, അതിനുശേഷം എനിക്ക് ജോലി കിട്ടണം, അതാണ് എൻ്റെ ആവശ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 80 മാർക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, ഈ ലിസ്റ്റിൽ വന്ന് നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. 80 മാർക്ക് കിട്ടി എന്ത് കിട്ടും, ജോലി കിട്ടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അത് ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 52.67 നമുക്ക് കിട്ടിയത്. അത് 1438 പേര് വന്നു. ഏകദേശം എത്രയാണ്, 832 പേര് എന്തിൽ വന്നു, ലിസ്റ്റിൽ വന്ന് അവർക്ക് ജോലിക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടേണ്ടത് ഏകദേശം ഒരു 80 മാർക്ക് ഞാൻ വാങ്ങിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഏകദേശം നമുക്ക് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് വരുന്ന എന്താണ് SCRT ആണെങ്കിലും NCRT ആണെങ്കിലും അതിൻ്റെ ഇടയിലേക്കൊക്കെ അത്രത്തോളം ഇറങ്ങി ചെന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, അത് തന്നെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് സ്കിപ്പ് ചെയ്തങ്ങ് കളഞ്ഞേക്കുക, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി, 2 പ്രാവശ്യം നോക്കി, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ആൻസർ എനിക്ക് എന്താണ് അതിൻ്റെ ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് പറ്റണില്ല, വീണ്ടും എന്താണ് ഒരു 2-3 എണ്ണത്തിൽ ഓപ്ഷനിൽ തന്നെ നിൽക്കുകയാണ്, ഒന്നും സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത്, അതിൻ്റെ ആൻസർ കിട്ടാത്തത്. 2 എണ്ണമെങ്കിലും സോർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ആൻസർ അറിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്ത് അങ്ങ് കളഞ്ഞേക്കുക. വേറെ ഒന്നും അതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിലവിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ഓരോ ലിസ്റ്റുകളും എടുത്ത് ആ ലിസ്റ്റുകളിൽ നിങ്ങൾ കണ്ടു, ഇതിന്റെ സംഭവങ്ങളെല്ലാം കണ്ടു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം നിങ്ങൾ ഏതൊരു മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക, ഒരു 80 മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആലപ്പുഴയിലെ LD റാങ്ക്, അതേപോലെ തന്നെ എറണാകുളത്തിന്റെ LD റാങ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ 75 മാർക്കൊക്കെ ഉള്ള ആളാണ് 1ാം റാങ്ക് എന്ന് പറയുന്നത്, 1ാം റാങ്ക്. അപ്പോൾ 25 മാർക്ക് അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് അവർ എന്തിലേക്ക് വന്നത്, 75 മാർക്കുള്ള ഒരു 75 മാർക്കിലേക്ക് അവരുടെ മാർക്ക് കൺക്ലൂഡ് ചെയ്ത് എത്തിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 75 മാർക്കിൽ വന്നപ്പോൾ അവർ 1ാമത്തെ റാങ്കിലാണ് അവർ വന്നത്. നമുക്ക് വേണ്ട എത്രയാ, ആദ്യത്തെ 100 റാങ്ക് അല്ലെങ്കിൽ ഒരു 150-200 റാങ്കിൽ വന്ന് നമുക്ക് ജോലി കിട്ടണം. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മക്കളെ, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച്, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ 1, 2, 3 ക്വസ്റ്റ്യൻസുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഓരോന്നോരോന്നും നമ്മൾ അറ്റൻഡ് ചെയ്ത് അത് ബബിൾ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഒരു ഓപ്ഷൻ നമുക്ക് സോർട്ട് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത 3 ഓപ്ഷനിൽ തന്നെ നിൽക്കുകയാണ്. 4ാമത്തെ ഓപ്ഷനിലും എന്താണ്, 3, അതായത് 2ാമത്തെ ഒരു റൗണ്ടിൽ നമ്മൾ വരുമ്പോഴും വീണ്ടും ആ 3 ഓപ്ഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയില്ല, സ്കിപ്പ് ചെയ്ത് കളയാം. 2 ഓപ്ഷനിൽ നിൽക്കുമ്പോഴും അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾക്കത് അതായത് എന്തായാലും ഞാൻ ആ ചോദ്യം കൂടി ചെയ്യാമായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, അത് ഉറപ്പായിട്ടും എനിക്ക് കിട്ടും എന്നുള്ള വീണ്ടും അങ്ങനെ ഒരു ത്വര വരികയാണെങ്കിൽ മാത്രം ആ രണ്ട് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിൽ അതായത് 50-50 ചാൻസിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ അത് മാക്സിമം 5 മാത്രമാണ് ചെയ്യാമുള്ളൂ. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് എന്താണ് 50-50 ചാൻസ് ആണ്. 5-ന് മുകളിലേക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അത് ആൻസർ ചെയ്യാനായിട്ട് എന്താണ് പോവരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാം കിട്ടാതിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മുടെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി ഒരു LDC നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഇനി ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കയറി പറ്റണം എന്നുള്ള ആ ഒരു പൂർണ്ണ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മക്കളെ. ഉറപ്പായിട്ടും അതായത് മൈനസ് എന്ന് പറയുന്ന കാര്യങ്ങൾ 2 ഓപ്ഷനിൽ നിന്നുള്ളതാണെങ്കിൽ ആകെ 5 ചെയ്യാമുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻ മൊത്തം റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര മാർക്കിലേക്കെങ്കിലും എത്താനായിട്ട് ശ്രമിക്കുക. ഒരു 80 മാർക്കിലാണ്, നമുക്ക് 80 മാർക്ക് മതി. 80 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. നമ്മൾ എന്താണ് നല്ലൊരു ലിസ്റ്റിൽ വന്ന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ജോലി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ലെവലിൽ ചിന്തിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നമുക്കറിയില്ലാത്തതും അതേപോലെ തന്നെ എന്താണ് ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 70 അല്ലെങ്കിൽ 70-ന് മുകളിലേക്കൊക്കെയുള്ള കട്ട് ഓഫ് റേഞ്ചിന് അപ്പുറത്തേക്കോ അങ്ങനെ ഒന്നും പോകത്തില്ല ഒരിക്കലും. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ലെവലിൽ ഒരു 80 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ആ 80 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓവറായിട്ട് ഒന്നും പ്രഡിക്റ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഓരോ പാർട്ടിൽ നിന്നും എത്ര സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതായത് ഒരു 70% എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പക്ക ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോവുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ LDC നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അത്രയും ചാൻസസ് ആണ് ഉള്ളത്. കാരണം ഈ ഒരു 24 എക്സാമിൽ 2025 നിങ്ങൾ ലിസ്റ്റിൽ വരുന്നു. നിങ്ങളുടെ ലൈഫ് തന്നെ മാറാനായിട്ട് പോകുന്നു. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ആരൊക്കെ കുറ്റം പറഞ്ഞോ, നിങ്ങൾ ആരൊക്കെ പുച്ഛിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഒരു വില തരാതിരുന്നോ, അവിടെ എല്ലാം നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. നിങ്ങളായിരിക്കും അവിടെ എല്ലാത്തിലെയും താരം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളുകൾക്കെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ പറയുന്ന LDC 2025 ലിസ്റ്റ് വരുമ്പോൾ, അതിൻ്റെ ആദ്യ റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛനായാലും നിങ്ങളുടെ അമ്മയായാലും നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവർക്കും നിങ്ങളുടെ തന്നെ ഫോട്ടോ എടുത്ത് ഒരു സ്റ്റാറ്റസ് ഇടാനുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഭിമാനപൂർവ്വം നിങ്ങളുടെ സ്വന്തം സാലറിയിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ പുച്ഛിച്ചവർക്കും നിങ്ങളെ എന്താണ് കുറ്റം പറഞ്ഞവർക്കും എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ മധുരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതിനാണ് ഈ ജോലി എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതേപോലെ തന്നെ ടെൻഷൻ, അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളില്ലാതെ എക്സാം സെൻറ്ററിലേക്ക് പോവുക. അവിടെ പോയി നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്താണ് നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.